ഇപ്പൊ എന്താണ് നമ്മുടെ യുവതലമുറയൊക്കെ എന്തുകൊണ്ടാണ് വിദേശത്തോട്ട് പോകുന്നത്? അവർക്ക് ഇവിടെ തൊഴിലില്ലായ്മ, ഫ്യൂച്ചർ സെറ്റ് ആക്കാനാണോ ഭരിക്കുന്ന ഓരോരോ ആൾക്കാരെങ്ങനെ കയറ്റി വിടുകയാണ്. എംപ്ലോയ്മെന്റിൽ കൂടെ ആയാലും ഏത് മേഖലയിലായാലും ഓർക്കാണ് അവസരങ്ങൾ കൊടുക്കുന്ന ഇന്റർവ്യൂ വെറുതെ നടത്തുകയാണ്. നല്ല തൊഴിലവസരങ്ങളില്ല, ഒന്നും കൂടി നല്ല തൊഴിൽ, ഒന്നും കൂടി ജീവിത സാഹചര്യങ്ങൾ ഒന്നും കൂടി പഠിപ്പും ജോലിയും ഒരുമിച്ചുണ്ടാവുമല്ലോ, കഷ്ടപ്പെടാൻ മനസ്സിലാക്കുക. ഫെസിലിറ്റീസ് പിന്നെ ഇനി പുറത്തു പോയില്ലേ നമുക്ക് എല്ലാത്തിനും ശമ്പളം എല്ലാത്തിനും കൂടിയാണ്. ഇവിടത്തേലും ബെറ്റർ ലൈഫ് ഗൾഫ് കൺട്രീസിലാണ്, അതേപോലെ തന്നെ ഇവിടത്തേലും കൂടുതൽ ഏൺ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മുടെ ഇവിടെ എന്ന് പറയുമ്പോൾ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഭയങ്കര കുറവാണ്. ഇവിടെ ഓപ്പർച്യൂണിറ്റി കുറവായതുകൊണ്ട് ഇവിടെ വിദ്യാഭ്യാസത്തിനും കുറവാണ്, അവിടെ ചെന്നാൽ നല്ല ജോലിയും കിട്ടും, സാലറി ഉണ്ട്. ജോലി സാധ്യത കുറവാണ്, കൂടുതൽ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ കുറവാണ്. ജോലിയില്ല, അവർ പഠിച്ചതിനനുസരിച്ചുള്ള ജോലിയോടല്ല. ഇപ്പൊ തൊഴിലവസരങ്ങൾ കുറവായതുകൊണ്ട്, ജോലി സാധ്യത ഇല്ലാത്തതുകൊണ്ടാണ്. ഫിനാൻഷ്യലി നന്നായി സെറ്റിൽ ആവാൻ വേണ്ടിയിട്ടാണ്. ബെറ്റർ ഓപ്പർച്യൂണിറ്റി പുറത്തു നോക്കുന്നു. ജീവിതം പൊതുവെ മാറി, പഴയ ജീവിതമല്ലല്ലോ ഇപ്പോഴത്തെ. ഇപ്പോൾ കല്യാണം കഴിക്കാനായിരിക്കും, ചിലപ്പോൾ പൈസ സമ്പാദിക്കാനായിരിക്കും, ഫിനാൻഷ്യൽ പ്രോബ്ലം. ഹലോ, ഹായ്, പേരെന്തായിരുന്നു? പൂജ അല്ലേ? അപ്പോൾ പൂജയുടെ ഒരു കാഴ്ചപ്പാടിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ യുവാക്കളൊക്കെ പുറത്തോട്ട് പോകുന്നത്? ഇപ്പൊ നമ്മുടെ ഇവിടെ എന്ന് പറയുമ്പോൾ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഭയങ്കര കുറവാണ്. അതേപോലെ തന്നെ സാലറി പ്രൊവൈഡ് ചെയ്യുന്നത് ഭയങ്കര കുറവാണ്. ഇപ്പൊ MBA കഴിഞ്ഞ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഇത്രയും പൈസ കൊടുത്തിട്ട് പഠിപ്പിച്ചിട്ട് അവർക്കൊരു ജോലി എന്ന് പറയുമ്പോൾ 10,000 15,000 ഇതിനകത്തേ അവർക്ക് സാലറി കിട്ടുന്നുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് ഇവിടെ സർവൈവ് ചെയ്യാനും അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് കൂടുതൽ പേരും മൈഗ്രേറ്റ് ചെയ്യുന്നത്. ഹലോ, പേരെന്തായിരുന്നു? എൻ്റെ പേര് അസ്മ. അസ്മല്ലേ? അപ്പോൾ നിങ്ങളുടെ ഒരു ഇതിൽ എന്തുകൊണ്ടാണ് പുറത്തോട്ട് ഇപ്പോഴത്തെ യുവാക്കൾ പോകുന്നത്? ഇവിടത്തേലും ബെറ്റർ ലൈഫ് ഗൾഫ് കൺട്രീസിലാണ്, അതേപോലെ തന്നെ ഇവിടത്തേലും കൂടുതൽ ഏൺ ചെയ്യാൻ പറ്റും. എല്ലാ രീതിയിലും ഇവിടത്തേലും ബെറ്റർ ഗൾഫ് തന്നെയാണ്, അതുകൊണ്ടാണ് എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഹലോ, പേരെന്തായിരുന്നു? അവന്തിക അല്ലേ? അപ്പോൾ ഇപ്പോഴത്തെ യുവാക്കളൊക്കെ വിദേശത്തോട്ട് പോകണം, അത് എന്തുകൊണ്ടായിരിക്കും? ഫെസിലിറ്റീസ് പിന്നെ ഇനി പുറത്തു പോയില്ലേ നമുക്ക് എല്ലാത്തിനും ശമ്പളം എല്ലാത്തിനും കൂടിയാണ്. പക്ഷെ നാട്ടിലുണ്ട്, അതും കൂടി ചിന്തിക്കണം. നമസ്കാരം, പേരെന്തായിരുന്നു? ബിന്ദു അല്ലേ? അപ്പോൾ ചേച്ചി, ഇപ്പോൾ എന്താണ് നമ്മുടെ യുവതലമുറയൊക്കെ എന്തുകൊണ്ടാണ് വിദേശത്തോട്ട് പോകുന്നത്? യുവതലമുറ എന്താ പറയാ, അവർക്ക് ഇവിടെ തൊഴിലില്ലായ്മ, പിന്നെ അതുകൊണ്ടായിരിക്കാം പോണത്, അല്ലെങ്കിൽ അവർക്ക് എൻജോയ് ചെയ്യാനായിട്ട് ഫ്യൂച്ചർ സെറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് പോണത്. ഇവിടെ നിന്നാലൊന്നും ഫ്യൂച്ചറൊന്നും അധികം കുറച്ചുകൂടി നല്ലൊരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങും അല്ലേ? ചേച്ചി നമസ്കാരം, പേരെന്തായിരുന്നു? ശരിയില്ല. അപ്പോൾ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ യുവാക്കളൊക്കെ ഒരു എല്ലാവരും വിദേശത്തോട്ട് പോവുകയാണോ? അപ്പോൾ അത് എന്തുകൊണ്ടാണെന്നാണ് ചേച്ചിൻ്റെ ഒരു അഭിപ്രായത്തിൽ? ഇവിടെ ജോലി സാധ്യത കുറവാണ്, കൂടുതൽ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ കുറവാണ്, അതുകൊണ്ട് എല്ലാവരും അങ്ങോട്ടേക്ക് പോകുന്നു. നല്ലൊരു മെച്ചപ്പെട്ട ജീവിത നിലവാരത്തിന് വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോകുന്നു. അതുകൊണ്ടാണ് ചേച്ചി ആളുകൾ പോകുന്നത്? അത് തന്നെ കാരണം, ഇവിടെ വിദ്യാഭ്യാസത്തിനും കുറവാണ്, അവിടെ ചെന്നാൽ നല്ല ജോലിയും കിട്ടും, സാലറി ഉണ്ട്.